ഗാർഹിക മാലിന്യങ്ങൾ വീടുകളിൽ തന്നെ സംസ്കരിച്ച് പാചകവാതകമുണ്ടാക്കാൻ ജൈവവാതക സാങ്കേതികവിദ്യ സഹായകരമാണെന്ന് തെളിയിക്കുകയാണ് ബയോടെക് എന്ന സ്ഥാപനം. വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്ന ബയോടെക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നിരവധി ഗാർഹിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഇതിനോടകം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. മാലിന്യങ്ങളുടെ ഘടന മനസ്സിലാക്കി അവയ്ക്ക് അനുയോജ്യമായ സംസ്കരണ മാർഗങ്ങൾ ബയോടെക് അവലംബിച്ചിരിക്കുകയാണ്. സ്വന്തം നിലയിൽ മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പാക്കാൻ സ്ഥല സൗകര്യവും താൽപര്യവുമുള്ളവരെ കണ്ടെത്തി മാലിന്യ പ്ലാന്റുകൾ തയ്യാറാക്കുകയാണ് ബയോടെക് തങ്ങളുടെ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മാർക്കറ്റുകളിലും അറവുശാലകളിലും ഹോട്ടലുകൾ, കോൺവെന്റുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിലും ഉണ്ടാകുന്ന മാലിന്യങ്ങളെ പരിസ്ഥിതി മലിനീകരണം കൂടാതെ അവിടെ തന്നെ സംസ്കരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ജൈവവാതക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വീടുകളിൽ ലഭിക്കുന്ന ഭക്ഷണ അവശിഷ്ടം, ധാന്യങ്ങൾ കഴുകുന്ന വെള്ളം തുടങ്ങിയ മാലിന്യങ്ങൾ ഈ ബയോ പ്ലാന്റിന്റെ സഹായത്തോടെ വാതകമാക്കി മാറ്റാം. ഒരു ഗാർഹിക മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ സഹായത്തോടെ 5 അംഗങ്ങളുള്ള കുടുംബത്തിന് പാചകം ചെയ്യുന്നതിന് ആവശ്യമായ ഇന്ധനം നിർമ്മിക്കാവുന്നതാണ്. 9500 രൂപയാണ് ഈ പ്ലാന്റ് നിർമ്മാണത്തിന് ചെലവാകുന്നത്. അഴുകാത്ത മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകളും ബയോടെക് രംഗത്തിറക്കി കഴിഞ്ഞു. ഇത്തരം പ്ലാന്റുകൾ വഴി ആവശ്യമുള്ള അത്രയും വൈദ്യുതോർജ്ജം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ബയോടെക് ഡയറക്ടർ എ സജിദാസ് പറയുന്നത്. എല്ലാത്തരം മാലിന്യങ്ങളും മലിനജലവും ഒരുമിച്ച് സംസ്കരിക്കുന്ന ഒരു സംയോജിത മാലിന്യ സംസ്കരണ പദ്ധതിയും ബയോടെക് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ കേരളത്തിലെ ആദ്യത്തെ സംയോജിത മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊല്ലം ജില്ലയുടെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ 3 മാസങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ എല്ലാ തരം മാലിന്യങ്ങളും ദ്രവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന രീതിയിലാണ് ആ പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ തുടങ്ങി ആദിവാസി മേഖലകളിൽ വരെ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. ബയോടെക്കിന്റെ സാങ്കേതിക സഹായത്തോടെ സംസ്ഥാനത്തെ 12 ഗ്രാമപഞ്ചായത്തുകളിൽ മാർക്കറ്റ് മാലിന്യങ്ങൾ സംസ്കരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത്തരം വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് സർക്കാർ വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന പരാതിയും ഇവർക്കുണ്ട്. ബയോ പ്ലാന്റുകൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ബയോടെക് പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നത്. ഇത്തരം പദ്ധതികളിലൂടെ കേരളത്തിലെ ഓരോ വീടും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലൂടെ ബയോടെക് മുന്നോട്ട് പോവുകയാണ്. സുനിൽ അരുമാനൂർ, ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.